ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ടൈമിനാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ക്ലോക്കാണ്. ക്ലോക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ക്ലോക്കൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് നോക്കണമെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു സൈഡ് ടേബിളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ക്ലോക്കാണ്. അപ്പോൾ ഇതിൽ തന്നെ നല്ല നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡൽസിലൊക്കെ കേരളയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലോക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാത്രമല്ല ഇവിടെ കൊണ്ടൊന്നും തിരുന്നില്ല, ഒരുപാട് ക്ലോക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലോക്കാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതും നമ്മുടെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ രാത്രി ഇരട്ടത്ത് മിന്നുന്ന ക്ലോക്കാണ് നോക്കുന്നെങ്കിൽ അതും നമ്മുടെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. നല്ല പ്രീമിയം ലക്ഷറസ് ക്ലോക്കാണ് നോക്കുന്നെങ്കിൽ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ട് കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ ക്ലോക്കാണെങ്കിൽ നോക്കുന്നെങ്കിൽ അതും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡൈനിങ് റൂമിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ക്ലോക്കാണ് നോക്കുന്നെങ്കിൽ അതും നമ്മുടെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഈ ഒരു ക്ലോക്ക് നോക്കുകയാണെങ്കിൽ നല്ല റോസ് ഗോൾഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്ലോക്ക് എന്ന് വെച്ചാൽ. നല്ല പ്രീമിയം സ്റ്റൈലിൽ വരുന്ന നല്ല വുഡൻ പാറ്റേണിൽ വരുന്ന ക്ലോക്ക് ആണെങ്കിൽ നോക്കുന്നെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഹോം ഡെക്കർ ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രെയിംസ് നോക്കിയാലോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ലായിലയിലല്ല, അതായത് നമുക്ക് ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് മാഷാല്ലാൻ്റെ അത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല വുഡൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വുഡൻ പാറ്റേണിലാണ് 2 രീതിക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് കാർ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ റൂമിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ 3D ഫ്രെയിംസ് ഒക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ അതുമുണ്ട്. പിന്നെ നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്രെയിംസ് ആണെന്ന് നോക്കുന്നെങ്കിൽ അതുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല വുഡൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ നിങ്ങൾ ലിവിങ് ഏരിയ അതല്ലെങ്കിൽ ഡൈനിങ് ഏരിയ അവിടെയൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിങ് ഷേപ്പിലുള്ള ഫ്രെയിംസ് ആണെന്ന് നോക്കുന്നെങ്കിൽ അതുമുണ്ട്. നല്ല വലുതായിട്ടാണ് ഇത് വരുന്നുള്ളത്. അപ്പോൾ ഇവിടെയും കൊണ്ടൊന്നും തീരുന്നില്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്.